കൃപേഷിൻ്റെ അമ്മയെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. കൃപേഷിൻ്റെ അമ്മ കൂടി സ്മൃതി കുടീരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകാരികമായ അന്തരീക്ഷമാണ്. മാർഷൽ പറഞ്ഞതുപോലെ തന്നെ ദീർഘകാലം നീണ്ട നിയമ പോരാട്ടമായിരുന്നു. അതായത് ഒരു കൊലപാതകം അവിടെ നടന്നതിന് ശേഷം പിന്നീട് തുടർച്ചയായിട്ട് കൊലപാതക രാഷ്ട്രീയമേ ഇല്ലാതിരുന്ന ഒരു നാട് പെട്ടെന്ന് വീണ്ടും ഒരു കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും 2019 അതായത് അതിനു മുമ്പ് ടി.പിയുടെ കേസ് വരുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞാണ്, ഇനി ഒരിക്കൽ പോലും മറ്റൊരാൾ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ മനുഷ്യനാൽ കൊല്ലപ്പെടരുത്, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകരുത് എന്നൊക്കെ എല്ലാ പാർട്ടികളും ചേർന്ന് തീരുമാനമെടുത്തതിന് ശേഷവും വീണ്ടും വളരെ ദയനീയമായ ഒരു സംഭവമായിരുന്നു 2019 നടന്നത്. പെരിയയിലെ ഒരുപക്ഷെ ഒരാൾ കുട്ടിയെന്ന് നമുക്ക് പറയാം, 18-19 വയസ്സ് മാത്രം പ്രായമുള്ള 2 ചെറുപ്പക്കാരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പീൽ നൽകാനുള്ള തീരുമാനമാണ് കുടുംബത്തിന്റെയും പാർട്ടി നേതാക്കളുടെയും ഭാഗത്തു നിന്ന്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിൽ അതിനെതിരായി എന്ത് ചെയ്യണം കുടുംബവുമായിട്ട് ആലോചിച്ച് പാർട്ടി കൂടി ആലോചിച്ച് അത് വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഭീകരന്മാർ ചെയ്യുന്ന രീതിയിലാണ് 2 ചെറുപ്പക്കാരെ അവിടെ കൊലപ്പെടുത്തിയത്. പെരിയ ഇരട്ട കൊലപാതകം തേച്ചു മായ്ച്ചു കളയാൻ പരമാവധി ഗവൺമെൻറ് തലത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നതാണ്. അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്നാണ് എനിക്ക് പറയാം. പെരിയ ഇരട്ടക്കൊലക്കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായതിനേറ്റ തിരിച്ചടി എന്നതാണ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്യന്തം വൈകാരികമായ അന്തരീക്ഷം. നിയമ പോരാട്ടത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന്റെ തുടർച്ചയായി കൊച്ചിയിലെ CBI കോടതി പ്രതികൾ കുറ്റക്കാരാണ് എന്ന ഉത്തരവ്, നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 8 വരെയുള്ള പ്രതികളും കുറ്റക്കാരാണ് എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തെളിവ് നശിപ്പിക്കുന്നതിനും കുറ്റവാളികൾക്ക് കൂട്ടുനിന്നതിനുമാണ് മറ്റ് പ്രതികൾക്കെതിരായ ശിക്ഷാവിധി വരുന്നത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, അദ്ദേഹത്തിനും ഈ പ്രതികളെ സഹായിച്ചതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ഒക്കെ ഇടപെട്ടു എന്ന ചാർജിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റക്കാരൻ എന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്.